നമസ്കാരം. വാസ്തവത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇടുന്നത് വാസ്തുശാസ്ത്രത്തെ പറ്റിയുള്ള കണക്കുകളെ പറ്റി ഒക്കെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അളവ് കോലുകളെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഓർമ്മയിലുള്ള ഒരു സംഗതി ഞാൻ പറയുകയാണ്. അമ്പലപ്പുഴ ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പണിയുടെ മൂത്താശാരിയും സ്ഥപതിയും എൻ്റെ 7 തലമുറയ്ക്ക് മുൻപുള്ള മുത്തച്ഛനായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ആ അമ്പലം പണിക്കായിട്ട് ഉപയോഗിച്ച കൊച്ചുമുഴക്കോല് എല്ലാ വർഷവും ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് കൊടിയേറ്റുന്ന സമയത്ത് ആ കൊച്ചുമുഴക്കോലും ആയിട്ട് പോയി ക്ഷേത്രത്തിലെ എതിരേൽപ്പോടുകൂടി ഞങ്ങളെ സ്വീകരിക്കുകയും അവിടെ ഞങ്ങൾ അതിൻ്റെ രീതിയിൽ തന്നെ തേങ്ങാ മുറി ഉടച്ച് അതിൻ്റെ ശാസ്ത്രങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ അളവുകൾ നമുക്ക് യഥേഷ്ടം, അതായത് ഒരാൾക്ക് യഥേഷ്ടം ചെയ്യാവുന്ന ഒരു അളവുകളല്ല. നമ്മൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് മഹാക്ഷേത്രങ്ങളൊക്കെ പണിത് അതിന് പുനരുദ്ധാരണങ്ങൾ ഇങ്ങനെ തുടർന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ സർവോപരി എല്ലാ അളവുകളും ഒരേ ഇതിൽ തുല്യമായ രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അളവുകളുടെ കുറവ് കൂടുതൽ വരുമ്പോഴത്തേക്കിന് അത് അത്രത്തോളം അതിന് പ്രാധാന്യം വരുന്നില്ല. അത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം നിലവിലുള്ള അളവിനെ കുറച്ച് നമുക്ക് തന്നെത്താൻ എടുത്തൊരു അഭിപ്രായം പറയാൻ പറ്റുകയില്ല. കാരണം ഇത് പരമാണുവിൽ നിന്നാണ് അളവിൻ്റെ ഉൽപ്പത്തി. പരമാണുവിൽ നിന്ന് അളവിൻ്റെ ഉൽപ്പത്തി വരുമ്പോഴേ 32,768 പരമാണു കൂടുമ്പോൾ ഒരു യവമാവുക. അങ്ങനെ ആ യവങ്ങളുടെ അളവുകളെ കണക്കാക്കി അങ്ങനെ 8 യവം കൂടുമ്പോൾ ഒരു അങ്കുലമാവുക. അങ്ങനെ അളവുകളെ ക്രമീകരിച്ചാണ് നമ്മൾ ഒരു കൊച്ചുമുഴക്കോലിൻ്റെ നീളം ക്രമീകരിച്ചിട്ടുള്ളത്. അത് ഇപ്പോഴെങ്ങും ആരും ചെയ്തിട്ടുള്ളതല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുതലേ അത് തന്നെ നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ വിശ്വകർമ്മജർ അത് ചെയ്തു പോന്നു. അതിന് യാതൊരു തരത്തിലും പ്രശ്നങ്ങളില്ലാതെ ഇപ്പോഴുണ്ടാകുന്ന ഒരു ക്ഷേത്രം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിന് അതിൽ ആ ക്ഷേത്രത്തിൽ ഇപ്പോൾ വിശ്വാസങ്ങളില്ലാത്തൊരവസ്ഥയിൽ എത്തുന്നു. ഇതിനൊക്കെ കാരണം ഇത് തന്നെയാണ്. അളവുകളുടെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന വിഗ്രഹത്തിൻ്റെ അളവ്, ആ വിഗ്രഹത്തിൻ്റെ അളവും ഇതെല്ലാം ഈ കൊച്ചുമുഴക്കോലിൻ്റെ അളവിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ വ്യക്തികളുടെയും കുടുംബപ്പേരിട്ട് ചെയ്യാവുന്ന ഒരു രീതിയല്ല വാസ്തുശാസ്ത്രം. എത്രയോ തലമുറകൾക്ക് മുമ്പ്, അതായത് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അല്ലെ, നിങ്ങളുടെയൊക്കെ പിതാക്കന്മാരും മുൻ തലമുറക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ളത് നിങ്ങൾക്കറിയാം. കാലാന്തരങ്ങൾ നിങ്ങളെ തെളിയിക്കുന്നുണ്ട്. കാലങ്ങളോളം മുൻപ്, യുഗങ്ങൾക്ക് മുൻപ് ചെയ്തിരുന്ന, അതായത് ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഈ യുഗങ്ങളിലൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെയും സത്യസന്ധമായിട്ട് തന്നെ ഇന്നും ആർക്കും അതിനെ പുറന്തള്ളി പറയാൻ പറ്റുന്ന ഒരു രീതിയല്ലല്ലോ. അന്ന് ഈ അളവൊക്കെ തന്നെയാണ് വെച്ചിരുന്നത്. ഈ അളവിൽ മാറ്റം വരുത്താൻ ആർക്കും അവകാശം ഇല്ല, അർഹതയുമില്ല. വാസ്തുശാസ്ത്രം പണ്ട് മുതൽ, അതായത് വർഷങ്ങൾക്ക് മുൻപ് മുതൽ നമ്മൾ ആരാധിക്കേണ്ട ദേവൻ്റെ ശില, ആ ശിലയുടെ അളവുകളെ ക്രമീകരിച്ച് ആ ശിലയിൽ നമ്മളത് കൃത്യമായ അളവുകൾ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഉണർവ്, അതായത് പരമാണുവിൽ നിന്ന് മാത്രമേ ജീവൻ്റെ തുടിപ്പുണ്ടാകത്തുള്ളൂ. അപ്പോൾ പരമാണുവിൻ്റെ അളവിൽ നമ്മൾ ചെയ്യുമ്പോഴേ ആ പരമാണുവിൻ്റെ അളവിൽ നിന്നുണ്ടാകുന്ന ജീവൻ്റെ തുടിപ്പ് കൊണ്ടാണ് ആ ശിലയ്ക്ക് ജീവൻ ഉണ്ടാകുന്നത്. അത് ജലം അതിൽ ഒഴിച്ച് ശുദ്ധമാക്കി കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും അതിനൊരു പ്രത്യേക ജീവൻ അവിടെ ഉണ്ടായിക്കഴിഞ്ഞ്, അത് പ്രത്യേകിച്ച് ആരും ഇരുന്ന് പൂജ ചെയ്ത് ജീവൻ ഉണ്ടാക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. അതൊക്കെ പറഞ്ഞ് മനുഷ്യനെ തെറ്റിദ്ധാരണയിലോട്ടാക്കിയിട്ട് ഞാനാണ് ആ ശിലയ്ക്ക് ജീവൻ നൽകുന്നത്, വിശ്വകർമ്മജരുടെ സ്ഥാനം അവിടെ നിന്ന് മാറ്റുന്ന ഒരു രീതിയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് കാലയളവുകൾ. വേദങ്ങൾ യുഗാരംഭത്തിൽ തന്നെ വേദശാസ്ത്രങ്ങളും
വേദങ്ങളും അതിനോടുള്ള, അതായത് ഒരാൾ സ്ഥപതിയാകണമെന്ന് ഒരിക്കൽ ഒരു വാസ്തുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ അളവുകളെ കുറച്ച് അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാൻ ഒരിക്കലും തയ്യാറാകുകയില്ല. അത് തെറ്റ് തന്നെയാണ്. അവരവരുടെ താല്പര്യത്തിനൊത്ത് മാറ്റാവുന്ന ഒരു അളവുകളല്ലല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിൻ്റെ അളവുകൾ, നാഴി അളവുകൾ, ആ അളവുകളുടെ ക്രമീകരണം പോലും ഈ മുഴക്കോലിലാണ്. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ കൊച്ചു മുഴക്കോൽ എന്ന് പറയുന്ന കിഷ്കു എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്നു. ഈ കിഷ്കു എന്ന് പറയുന്ന കൊച്ചു മുഴക്കോലിന് 6 പേരുണ്ട്. 6 പേരിൽ അറിയപ്പെടും. അത് അറിയാവോ ഇല്ലയോ അതെനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ അറിയാവുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം. തന്നെത്താനെ എടുത്ത് ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ട് ഈ യുഗങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട വേദശാസ്ത്രങ്ങളെയൊക്കെ തിരുത്തി എഴുതുന്ന രീതിയിൽ സ്വന്തം കുടുംബപ്പേരിട്ട് വാസ്തുശാസ്ത്രം ഇറക്കുന്നത് അതത്ര ശരിയായ ഒരു പ്രവണതയല്ല. അതിനകത്ത് എനിക്കൊട്ടും ഒരു വിശ്വകർമ്മികനായി എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞ ഈ അളവുകളുടെയൊക്കെ അതേ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തന്നെ വേണം വീട് വയ്ക്കേണ്ടത്. അത് പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത്. നന്ദി, നമസ്കാരം.